ഈ തോക്ക് വെച്ച് വെടിവെക്കുന്നവര് നല്ല വെടിയും ചീത്ത വെടിയും വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ്. അവരെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നി എല്ലാവരും മറക്കും. അതാണ് ആദ്യത്തെ ഘട്ടം. അല്ലാതെ വിജയന്റെ ധാർഷ്ട്യം ഇപ്പോൾ ഉണ്ടായതാണ് ഒന്നുമല്ലല്ലോ. എല്ലാവരും അനുഭവിച്ചാണ്. പ്രത്യേകിച്ച് അവസാനത്തെ ഇതിനകത്ത് ഒരു പാർട്ടിക്കാരൻ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ചോദിക്കുമ്പോൾ. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. എന്നാൽ അധികാരത്തിലിരിക്കുന്നവർക്ക് എപ്പോഴായാലും അത് അവര് തന്നെയാണ് ഗവൺമെന്റ് എന്ന് തിരിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. മോശമായിട്ട് പിണറായി വിജയന്റെ ഇത് കണ്ടത് ശൈലജ ചെയ്തുകൊണ്ടിരുന്ന ഒരു പത്രസമ്മേളനം പിടിച്ചു മേടിച്ച പോലാണ് പിണറായി ചെയ്തത്. അതാണ് പറയുന്നത്. തോക്ക് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾ രണ്ടുപേരുമാണ് എന്നിട്ട് അയലത്തുകാരനെ സ്നേഹിക്കാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റും? എങ്ങനെ വിചാരിച്ചാലും അത് വെച്ച് അടിക്കാനോ അത് വെച്ച് വെടിവെക്കാനോ അല്ലേ പറ്റുള്ളൂ. അത് ജനകീയമാക്കാൻ പറ്റില്ല. നല്ല വെടിയില്ല, നല്ല ഭരണമില്ല, നല്ല രാജാവില്ല. രാജത്വമാണ് മോശം, ഭരണമാണ് മോശം. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് SSLC പാസ്സാകണമെന്ന് വയ്ക്കും. തമ്മിലെന്ത് ബന്ധമാണെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. ഇന്ന് നമ്മുടെ കൂടെ വിശിഷ്ടതയായിട്ട് വന്നിരിക്കുന്ന മൈത്രേയൻ സാറാണ്. പൊളിറ്റിക്സിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. മൈത്രേയൻ സാറിന് റെസ്പോൺസ് കെയറിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സമയമാണ്. UDF അധികാരത്തിൽ കയറിയിരിക്കുകയാണ്. ഈ ഒരു ഭരണമാറ്റത്തെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കേരളത്തിനകത്ത് ആകെപ്പെടും ഒരു തവണയിൽ 2 തവണ അടുപ്പിച്ച് വന്നത്. അല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ ഒരു ചരിത്രം ആവർത്തിക്കുക എന്ന് പറയുന്നതാണ് നടന്നിട്ടുള്ളത്. അതൊരു കഴിഞ്ഞ തവണ ഇലക്ഷന് മുമ്പ് ഈ എന്താണ് കൊറോണ വരിക, വെള്ളപ്പൊക്കം വരിക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ആളുകളും ഗവൺമെന്റും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിന്റെ ഒരു കാരണമായിട്ടാണ് ഞാൻ അന്ന് ഇലക്ഷനെ അവർ ജയിച്ചു വരുന്നതായിട്ട് കാണുന്നത്. 2021 തുടർഭരണമാണോ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു വളരെ എന്താ ക്രൈസിസ് ആയിട്ടുള്ള സ്ഥലത്ത് അന്ന് പിണറായി വിജയന്റെ പത്രസമ്മേളനവും കാര്യവും എല്ലാം ഒരു തുടർച്ച ഉറപ്പാക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു അതിജീവനത്തിന് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് അതേസമയത്ത് മീഡിയ ഇന്നത്തെ പോലെ തന്നെ അന്നും എതിര് തന്നെയായിരുന്നു. അതിനകത്തൊന്നും അങ്ങനെയല്ല എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ആളുകളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ആ അനുഭവം. പക്ഷെ അതേ സമയത്ത് ഇപ്പൊ അങ്ങനത്തെ ക്രൈസിസുകളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ആളുകളെ സംബന്ധിച്ചോളം ജീവിതത്തിന്റെ മറ്റു മേഖലയിലുള്ള മൂല്യങ്ങളെ പറ്റിയും ഒക്കെ ബോധവാന്മാരാകുന്നതും. പിന്നെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാല് ജനാധിപത്യത്തിന് നിരക്കുന്ന ഒരു സിസ്റ്റം ഒന്നുമല്ല നമ്മുടെ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ജനാധിപത്യമായിട്ട് അതിനൊരു ബന്ധമില്ല. അതിനകത്ത് എങ്ങനെ വിചാരിച്ചാലും ആൾക്കാർക്ക് എതിരും പ്രതിഷേധവും തോന്നുന്ന നിലവാരത്തിലുള്ള കറപ്ഷൻസ് വരും. അതേപോലെ തന്നെ ഇപ്പൊ എല്ലാവരും പറഞ്ഞ് പ്രകടിപ്പിക്കുന്ന ഒന്നാണ് പിണറായിയുടെ ധാർഷ്ട്യം എന്ന് പറയുന്നത്. അതൊരു ആളുകൾക്ക് അടിയന്തരമായിട്ട് അടിയന്തര പ്രശ്നങ്ങൾ പരിഹരിച്ചിരിക്കുന്ന സമയത്ത് സ്വാതന്ത്ര്യത്തിനെ പറ്റിയും മറ്റ് ജീവിതത്തിന്റെ മറ്റ് മേഖലകളിലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യർ ഉടനെ കുറെ അവെയർ ആവും. അപ്പൊ ആ സമയത്ത് മീഡിയക്കകത്തൂടെ അയാളുടെ ഈ ധാർഷ്ട്യം മാത്രം കാണിക്കുന്ന ഒരു തുടർച്ചയുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മളിപ്പോൾ നോക്കിയാൽ വലിയ ആരോപണം എന്നുള്ള നിലവാരത്തിൽ വന്നിട്ടുള്ള സ്വർണ്ണക്കടത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നും സംഭവിച്ചില്ല, അങ്ങനത്തെ കാര്യങ്ങൾ ഇല്ല എന്നുള്ള നിലവാരത്തിൽ തന്നെ പോവുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. ആ ലെവലിലുള്ള കറപ്ഷൻ ഉണ്ടായെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഏത് സ്ഥാപനം, ഈ നമ്മൾ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിനകത്ത് സ്വാഭാവികമായിട്ട് ആൾക്കാരെ സംബന്ധിച്ചോളം അവരുടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നും ശരിയാകുന്നില്ല എന്ന് തോന്നുന്നത് ക്രീപ്പിൻ ചെയ്യുന്നെന്ന് പറയുന്ന സാധനം വരും. അപ്പം അതും രണ്ടും കൂടെ ചേർന്നിട്ടുണ്ടായ ഒരു കാര്യമാണ്. എല്ലാ തവണയും നമ്മൾ 5 വർഷം കൊണ്ട് മടുത്തു പോകുന്ന ഭരണ സംവിധാനങ്ങൾ 10 വർഷം കടന്നുപോയി എന്നുള്ളത് അത് ഞാൻ ഈ പറഞ്ഞ ഒരു സവിശേഷമായ ഒരു കാലഘട്ടം ഉണ്ടാകുകയും അത് മറികടക്കാനായിട്ട് അന്ന് വിജയന്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരു
സംഭവമാണ് അത്. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിറങ്ങാം എന്ന് പറയുന്ന ഒരു എനിക്ക് തോന്നുന്നു എല്ലാവരെയും തൊട്ടിട്ടുണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷെ അതേ സമയത്ത് ഓരോ സമയത്തും നമുക്ക് ഈ മീഡിയയോടുള്ള സമീപനവും അങ്ങനെ അതൊക്കെ എല്ലാവരും അനുഭവിച്ചാണ്. പ്രത്യേകിച്ച് അവസാനത്തെ ഇതിനകത്ത് ഒരു പാർട്ടിക്കാരൻ തന്നെയാണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. നമ്മളെല്ലാവരെയും അന്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ധാർഷ്ട്യം ഒരു കണക്കിന് ആളുകളില് അല്ല, ധാർഷ്ട്യം ആൾക്കാർ മറക്കുന്നത് അവരെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നിയാൽ എല്ലാവരും മറക്കും. അതാണ് ആദ്യത്തെ ഘട്ടം. അല്ലാതെ വിജയന്റെ ധാർഷ്ട്യം ഇപ്പൊ ഉണ്ടായതാണ് ഒന്നുമല്ലല്ലോ. നേരത്തെ തൊട്ട് നമ്മൾ കാണാം. സെക്രട്ടറി ആയിരുന്ന സമയം മുതൽ കടക്കുപുറത്ത് എന്ന് പറയുന്ന സാധനം അതിന് മുമ്പത്തെ സമയത്ത് തന്നെയായിരുന്നു ഉണ്ടായത്. അത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അത് അപ്പൊ അന്നത് ബാധിക്കാതെ പോയത് എങ്ങനെയെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ അതെല്ലാം നമ്മളെ ബാധിക്കും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന മനുഷ്യരുടെ ഒരു അന്തസ് എന്ന് നമ്മൾ പറയുന്ന ഡിഗ്നിറ്റിയെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുന്നത് നമ്മളുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ തന്നെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കത് എതിര് തന്നെ തോന്നും. അങ്ങനെയല്ല മനുഷ്യർ പെരുമാറേണ്ടത് എന്നുള്ളതും ചർച്ച ചെയ്യും. പിന്നെ ഈ 10 വർഷം തുടർന്ന് പോകുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി തന്നെ അല്ലേ എന്നാൽ അധികാരത്തിലിരിക്കുന്നവർക്ക് എപ്പോഴായാലും അത് അവര് തന്നെയാണ് ഗവൺമെന്റ് എന്ന് തിരിച്ചു പോകുന്ന ഒരു സമയമുണ്ട്. തുടർച്ച വന്നാൽ ഉണ്ടാകുന്നതാണ്. അപ്പൊ അത് ഇപ്പം നമ്മളിപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് കണ്ടോണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സംശയമില്ലാതെ നമുക്ക് കാണാവുന്ന കാര്യം. അഴിമതി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പോലും വയ്യാത്ത തരത്തിൽ അഴിമതി നടക്കുന്ന സ്ഥലമാണ്. തുടർച്ച തന്നെയാണ് അതിന്റെ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ അത് അങ്ങനെ നമ്മൾ കാണുന്ന കാര്യങ്ങളല്ലാതെ പിന്നെ ഞാൻ ഈ നാഷണൽ പൊളിറ്റിക്സിൽ നിന്ന് സത്യത്തിൽ ഞാൻ ഈ കേരളത്തിനെ വിലയിരുത്തുകയും കാണുകയും ചെയ്യുന്നത്. അല്ലാതെ എന്നെ സംബന്ധിച്ചോളം ഇപ്പോൾ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പഴയകാല ഒരു സ്ഥലത്ത് നിന്ന് കാണുന്നത് തന്നെയില്ല. ഇന്ന് ലെഫ്റ്റ് എന്ന് നമ്മൾ ഇന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതാണല്ലോ നാഷണൽ ലെവലിലെ മീനിങ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ തവണത്തെ എന്താണ് ഈ എലക്ഷൻ, ലോക്സഭ എലക്ഷന് ഇവർ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്. ഇന്ത്യൻസ് ഇതിനകത്ത് നിശ്ചയമായി അവർ ഒന്നിച്ച് നിൽക്കണം. അത് പറയുകയെങ്കിലും ചെയ്യേണ്ടതാണ്. നമ്മൾ ഫ്രണ്ട്ലി ആയ ഒരു മത്സരമാണെന്ന് പോലും പറയേണ്ടതുണ്ട്. അതിന് പകരം പണ്ട് തൊട്ട് വലതുപക്ഷം ഇടതുപക്ഷം എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു ഡിവിഷൻ കോൺഗ്രസിന്റെ മേളിൽ ഇന്ന് അവശിഷ്ട കോൺഗ്രസ് ആണ് സത്യത്തിലുള്ളത്. നാഷണൽ ലെവലിൽ നമ്മൾക്ക് കാണാവുന്ന കാര്യമാണ്. വളരെ കുറച്ച് സ്റ്റേറ്റുകളിലേക്ക് അത് ഒതുങ്ങിയിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഉണ്ടായിരുന്ന ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റേറ്റിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്റ്റേറ്റിലും ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ ചുരുങ്ങി നിൽക്കുന്ന സമയത്ത് യഥാർത്ഥ ത്രെറ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ വലതുപക്ഷം എന്ന് പറയുന്നതാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്. അവർക്കെതിരെ നിൽക്കേണ്ട സ്ഥലത്ത് ഇവർ തമ്മിൽ അടിച്ച് ഇങ്ങനെ ആകുന്നതിനകത്ത് എനിക്ക് യാതൊരു വ്യക്തിപരമായിട്ട് ഞാനതൊക്കെ അങ്ങനെ കാണുന്നേയില്ല. ഇവര് അന്ന് കഴിഞ്ഞ ലോക്സഭയിൽ അവർ ഒന്നിച്ച് നിൽക്കേണ്ടതായിരുന്നു എന്നുള്ള നിലപാടുള്ള കാര്യം ഞാനതൊന്നും എനിക്ക് അറിയുന്നവരോടെല്ലാം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് നടക്കാതെ പോവുകയും ഈ പറയുന്ന പോലെ കസേരയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടിനപ്പുറത്തോട്ട് ഈ പറയുന്ന മേഖലകളിലൊന്നും ഞാനൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഭരണമാറ്റം എന്നുള്ള നിലവാരത്തിൽ ഞാനിതിനെ കാണുന്നില്ല. അതേപോലെ തന്നെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ ഒരുപാട് ക്രൈസിസ് നമുക്കുണ്ടായിരുന്നു. പ്രളയം ഉണ്ടായിരുന്നു, അതേപോലെ കൊറോണ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു പേമാരി തന്നെയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നു. ആ ഒരു സമയത്ത് ഒന്നാം പിണറായി സർക്കാരിനെ ആൾക്കാർ നെഞ്ചോട് ചേർത്തിരുന്നു. പക്ഷെ ആൾക്കാർ ചേർത്ത് മാത്രമല്ല, അതൊരു ടീം വർക്ക് ചെയ്യുന്ന പോലെ അത് അന്ന് നിരന്തരം ഞാൻ അതിനകത്ത് ഏറ്റവും മോശമായിട്ട് പിണറായി വിജയന്റെ ഇത് കണ്ടത് ശൈലജ ചെയ്തുകൊണ്ടിരുന്ന ഒരു പത്രസമ്മേളനം പിടിച്ചു മേടിച്ച പോലാണ് പിണറായി ചെയ്തത്. രാഷ്ട്രീയമായിട്ട് നമുക്ക് കാണാം, അത് രാഷ്ട്രീയം അറിയുന്നവർക്ക് ആർക്കും കാണാം. പക്ഷെ അതിനകത്ത് അയാൾ മോശമായിട്ടല്ല അത് കൈകാര്യം ചെയ്ത്, നന്നായി കൈകാര്യം ചെയ്തു എന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഞാനത് അങ്ങനെ അല്ലാതെ കാണുന്നില്ല. അപ്പോൾ പക്ഷെ അതൊക്കെ നമുക്ക് കാണാം. ഒരാള് ആധിപത്യത്തോടെ പെരുമാറുന്നത് അതിനകത്തെല്ലാം കാണാം. പക്ഷെ ആ ഒരു ക്രൈസിസിൽ അങ്ങനെ ആധിപത്യത്തോടെ പെരുമാറുന്നവർ പലപ്പോഴും വിജയിക്കാറുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ അല്ലെന്നും കാണണ്ട. അപ്പോൾ അതൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്ന നിലവാരത്തിലുള്ള പെരുമാറ്റങ്ങളുടെ അകത്താണ്. വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ മനുഷ്യമായിട്ട് ഞാനത് വിമർശിക്കുന്ന സാധനമായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്കതിനെ അങ്ങനെ തന്നെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് പണ്ട് ഈ 2ാം ലോകമഹായുദ്ധത്തിലെ ചർച്ചിലിൻ്റെ ഒരു നിലപാടും കാര്യങ്ങളും ഒക്കെ ഇംഗ്ലണ്ടിൽ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്.
അത് കഴിഞ്ഞാൽ അടുത്ത തവണ അയാളെ അവർ തിരഞ്ഞെടുത്തിട്ടേ ഇല്ല. വാറ് കടത്തിക്കൊണ്ടുപോയ ആളാണെന്ന് കാണുമ്പോൾ തന്നെ. കാരണം അത് അത്രത്തോളം ഒരു ഒറ്റയാൾ പട്ടാളം എന്ന് പറയുന്ന പോലെ നിൽക്കുന്ന ഒരാളായിരുന്നു ചർച്ചിൽ. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നത്തെ ചരിത്രത്തിലോ കേരളത്തിനകത്ത് മാത്രമല്ല എല്ലാ സ്ഥലത്തും നമ്മളിത് കാണാം. ഇപ്പൊ മോദി ഇരിക്കുന്നിടത്ത് മുൻവശത്തെ ആൾക്കാർ കിടുങ്ങി പേടിച്ച് നിൽക്കുന്ന നമ്മൾ കാണാറുണ്ട്. അപ്പൊ അത് കാരണം കൊണ്ട് വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷമാണ്. ആ നിലവാരത്തിൽ അതല്ല. അപ്പൊ അതുകൊണ്ട് അതൊരു നമ്മൾ പ്രൊമോട്ട് ചെയ്യാനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അത് ചുരുക്കാനോ ഒക്കത്തില്ല. വിലവുണ്ടാകുന്ന ജയിക്കുന്നതുമായും സംഘടിതമായി നിൽക്കുന്ന എല്ലാവരും ഇതുപോലുള്ള മുഷ്കുകൾ കാണിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് അതൊരു അത്ഭുതകരമായ കാര്യമായിട്ട് കാണുന്നത്. വടക്കേ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ ആയിരിക്കും പെരുമാറുന്നത്. അതുകൊണ്ട് അതൊന്നും ഒരു പുതിയ കാര്യമായി ഞാൻ കാണുന്നേ ഇല്ല. അത് ആ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരും പോയിട്ട് രാജാവിന്റെ കൊട്ടാരത്തിലിരിക്കുകയും രാജാവിന്റെ കസേര കയറിയിരിക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യ ഭരണമെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ്. അത് വ്യക്തികളിലൂടെ ജനാധിപത്യം ഇവിടെ നടപ്പാകുന്നുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാര്യം? തോന്നുന്നതല്ലേ? അല്ല, സാറിന്റെ എനിക്ക് കാഴ്ചപ്പാടിൽ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. ഇലക്ഷന് ആർക്ക് വോട്ട് കൊടുക്കണം എന്നറിയുന്ന ഒരു പൗരനുണ്ടായിട്ടില്ല ഇത്. ജാതിക്കും മതത്തിനും അനുസരിച്ചിട്ട് നമ്മുടെ ആൾക്കാർക്ക് വോട്ട് കൊടുക്കുന്ന ജനങ്ങളെ ഇവിടെ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് ജനാധിപത്യം ഉണ്ടാകുന്നത്? ശരിയാണ്. ഇലക്ഷൻ നടക്കുക എന്ന് പറയുന്നതിനകത്ത് ഞാനൊരാളെ തെരഞ്ഞെടുക്കേണ്ടത് ആരാണെന്നും രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരനാണ്, ഞാൻ രാഷ്ട്രീയക്കാരനാണെന്ന് അറിയാവുന്ന ഒരാളില്ല. വോട്ട് ചെയ്യുന്നവർ വിചാരിക്കുന്നത് അവർ തെരഞ്ഞെടുത്ത് ഭരിക്കാൻ ആളിനെ കയറ്റുന്നതാണ്. ജനാധിപത്യത്തിൽ ഭരണമില്ല. ജനാധിപത്യത്തിൽ ഭരണമില്ല. സേവനമാണ് പ്രധാനമായിട്ടുള്ളത്. ജനങ്ങൾക്കുള്ള ആ സേവനമാണ്. ആ സേവനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ വരുത്തുക എന്ന് പറയുന്നതാണ് നമ്മൾ പറയേണ്ടത്. അതിന് പകരം ഭരണം എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇംഗ്ലീഷിലെ ഗവേണിംഗ് എന്നും റൂളിംഗ് എന്നും ഒക്കെ ഉണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസമൊന്നും തിരിച്ചറിഞ്ഞുകൂടാത്ത ജനതയായതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി ആയാൽ ഫ്രണ്ടിലും ബാക്കിലും ആള് ആയിട്ട് എസ്കോർട്ടായിട്ട്. എന്താ കാരണം കൊണ്ടാ? മുഖ്യമന്ത്രി ആരെങ്കിലും വെടിവെച്ച് കൊല്ലട്ടെ എന്ന് പറയട്ടെ, അങ്ങനെ അതാണല്ലോ പ്രശ്നം. നമ്മൾ വേറൊരാളെ തെരഞ്ഞെടുത്താൽ മതി, പിറ്റേ ദിവസം തന്നെ തെരഞ്ഞെടുക്കാൻ പറ്റുമല്ലോ. പിന്നെന്താ പ്രശ്നം? അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചാലും നമ്മൾ മാറ്റണമല്ലോ. പിന്നെ എന്തിനാണ് അത് ചെയ്യുന്നത്? വോട്ട് മേടിച്ച ജനങ്ങളുടെ മുന്നിലല്ലേ. എന്ത് കാരണം കൊണ്ടാണ്? ശരിയാണ്. ജനങ്ങളുടെ നമ്മുടെ അടുത്ത് വന്ന് വോട്ട് മേടിച്ച ആൾക്കാര് അവിടെ കയറി ഇരിക്കുമ്പോ എന്താണ് രക്ഷിക്കപ്പെടേണ്ടത്? എന്തിനു രക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എന്റെ ചോദ്യം. അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാമല്ലോ, ക്യാൻസർ വരാമല്ലോ. അല്ലാതെ ഈ ആൾക്കാർ വന്ന് വെടിവെക്കുന്നത് മാത്രമല്ലല്ലോ ഉള്ളത്. അപ്പൊ പിന്നെ ഈ വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ വെടിയുള്ളാവല്ലോ. വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ വിനയന്മാരാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഒരു സമയത്തും ആവശ്യമില്ലാത്ത സാധനം. അതൊക്കെ രാജചിഹ്നങ്ങളാണ്. അതൊന്നും നമ്മൾ എടുത്തുകൂടാത്തതാണ്. അപ്പൊ അതുകൊണ്ട് എന്തോ ധൃതിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ധൃതിക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ നമുക്ക് പറയുന്നത് ഒരു എസ്കോർട്ട് വേണമെങ്കിൽ നമുക്ക് വിടാം. അവർക്ക് ധൃതിക്ക് പോകും. ഇപ്പോഴത്തെ നമ്മുടെ ജനങ്ങള് എല്ലാം ഇവിടെ ക്യൂവിലാണ്. അല്ലല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരാള് പോകുമ്പം അത്യാവശ്യമായിട്ട് പോകേണ്ടത്. നമ്മളിപ്പോ ഹാർട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളിത് ചെയ്യുമല്ലോ. അതുകൊണ്ട് ട്രാഫിക് നമ്മൾ അതുപോലെ തന്നെ ആംബുലൻസ് പോകുമ്പോൾ നമ്മൾ ചെയ്യുമല്ലോ. ഈ മര്യാദ പാലിക്കേണ്ടതുണ്ട്. അത് ആളുകളും പരസ്പരം ചെയ്തേനെ. ഇതങ്ങനെയല്ല. അധികാര ചിഹ്നങ്ങളുടെ സാധനങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പോയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവനും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളതാണ്. അത് ജനകീയമാക്കാനൊക്കത്തില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഒരു ഭരണാധികാരിയുടെ അത് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ആധിപത്യം കൂട്ടാനും കുറയ്ക്കുക എന്ന് പറയുന്നതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ആധിപത്യത്തിൻ്റെതാണ്. അത് തോക്ക് വെച്ചിട്ട് പ്രണയിക്കാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറയും. അതാണ് പറയുന്നത്. തോക്ക് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മൾ രണ്ടുപേരുമാണ് എന്നിട്ട് അയലത്ത് തന്നെ സ്നേഹിക്കാൻ ഇത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും? ഭയമായിരിക്കും. എങ്ങനെ വിചാരിച്ചാലും അത് വെച്ച് അടിക്കാനോ അത് വെച്ച് വെടിവെക്കാനല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം വലിയ കാര്യമുള്ളൂ. അതുപോലെയാണ് ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് ആയാല്, വില്ലേജ് ഓഫീസ് ആയാല്, തഹസിൽദാരുടെ ഓഫീസ് ആയാല്, കളക്ടറേറ്റ് ആയാല്, ഗവർണർ ആയാല്, എല്ലാ സാധനവും, പോലീസ് സ്റ്റേഷൻ, കോടതി, ഇത് മുഴുവൻ ജനവിരുദ്ധമായിട്ടുണ്ടാക്കിയിട്ടുള്ള രാജഭരണം നിലനിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് ജനകീയമാക്കാൻ പറ്റില്ല. നല്ല വെടിയില്ല, നല്ല ഭരണമില്ല, നല്ല രാജാവില്ല. രാജത്വമാണ് മോശം, ഭരണമാണ് മോശം. അല്ലാതെ കഴിയില്ല. ഒരിക്കലും വെടിവെച്ചതിന് ശേഷം അവരെ സ്നേഹിക്കാൻ പറ്റത്തില്ല, മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ തെരഞ്ഞെടുക്കുന്ന പഞ്ചായത്തുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു വശത്ത് അത് അവിടെ ചത്തിരിക്കുകയാണ്. ഇപ്പം ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് അവിടെ ഇരിക്കുന്നത്.
അപ്പോഴും അധികാര പരിധി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാണ് ഈ വില്ലേജ് ഓഫീസ് എന്തിനാണ് തഹസീൽദാരുടെ ഓഫീസ്? ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഉണ്ടല്ലോ, ബ്ലോക്ക് പഞ്ചായത്ത്, ഇത് രണ്ടും എന്തിനാ ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയില്ല. അത് കഴിഞ്ഞാൽ ഇതിന് സമാന്തരമായി ജനകീയമായ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അതൊക്കെ. അതൊക്കെ അവിടെ ചത്തിരിക്കുക. അതെ, അവിടെ നിയോഗിക്കപ്പെട്ടവര് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നതോ അല്ല, നമുക്കറിയാം. ആളുകളില്ല അവിടെ. അവര് ഇതിന് മറ്റേതിന് പകരം ഉണ്ടാക്കിയതാണ്. തെരഞ്ഞെടുക്കപ്പെടണം, എല്ലാ നിലവാരത്തിലും തെരഞ്ഞെടുക്കപ്പെടണം. വാർഡിൽ മെമ്പർമാരെ തെരഞ്ഞെടുത്ത്, പഞ്ചായത്തിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്ത്, ബ്ലോക്ക് പഞ്ചായത്തിലെ ആളുകളെ തെരഞ്ഞെടുത്ത്, ജില്ലാ പഞ്ചായത്തിലെ ആളുകളെ തെരഞ്ഞെടുത്ത്, നിയമസഭയിലെ ആളുകളെ തെരഞ്ഞെടുത്ത് നടത്തേണ്ട ഒരു സിസ്റ്റമാണ് നമ്മൾ പുതുതായിട്ട്. ജനാധിപത്യത്തിന് ആ തെരഞ്ഞെടുപ്പ് അത്യാവശ്യമാണ്. അവർ മിനിമം 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ന് നമ്മുടെ അടുത്ത് അക്കൗണ്ടബിൾ ആണോന്ന് ചോദിക്കുന്നതാണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അത് ശരിയാ. ഇത്രയും നടക്കുന്നുണ്ട്. മറ്റേ ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ ഒരു സംഭവമില്ല. ഉദ്യോഗസ്ഥന്മാരെ ആരാണ് നിലയ്ക്ക് നിർത്തുന്നതെന്ന് പറയുന്നത്? എന്താണ് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാർ ചെയ്തൊരു സാധനമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ജനങ്ങളുമായിട്ട് ബന്ധം വേണം, അവർക്ക് രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരിക്കണം. ഇതെല്ലാം അവർക്ക് ഉണ്ടാകേണ്ടതാണ്. അല്ലാതെ അവര് ന്യൂട്രൽ കളിക്കുന്നതായിട്ട് അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുക്കപ്പെടേണ്ടതാണ്. ഇനി അത് മാത്രമല്ല, നമ്മളെല്ലാം ഇപ്പം ഊബറിനകത്ത് കയറിയാൽ റേറ്റ് ചെയ്യത്തില്ലേ? അതെന്താണ്? ഇവിടുത്തെ ഈ ഒരൊറ്റ ഉദ്യോഗസ്ഥനെ റേറ്റ് ചെയ്യാൻ നമ്മളെ അനുവദിച്ചിട്ടില്ലല്ലോ. അധ്യാപകരെ റേറ്റ് ചെയ്യാൻ എന്തുകൊണ്ടാണ് സ്റ്റുഡൻസിനെ അനുവദിക്കാത്തത്? അനുവദിച്ചിട്ടില്ല. ഇതൊന്നുമില്ല. അവർ അൺഅക്കൗണ്ടബിൾ ആയിട്ട് ഒരു മേഖല മുഴുവനും കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഭരിക്കുന്നത്. ഇപ്പൊ ഇലക്ഷൻ നടന്നില്ലെന്ന് വെച്ചോ, അടുത്ത ഒരു 15 വർഷം അല്ലെങ്കിൽ 20 വർഷത്തേക്ക് ഇലക്ഷൻ സസ്പെൻഡ് ചെയ്യുന്നു, ഭരണം നടക്കത്തില്ലേ? നടക്കും. അപ്പൊ പിന്നെ എന്തിനാണ് ഇലക്ഷൻ? 5 വർഷം കൂടുമ്പോൾ എന്തിനാണ് ഇലക്ഷൻ വെക്കുന്നുണ്ട്? എന്തിനാണെന്ന് പറയണം. ഭരണം നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇലക്ഷൻ എന്തിനാണ്? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇലക്ഷൻ നടക്കുന്നതായിട്ട് ഇതിന് ഈ ഭരണത്തിന് യാതൊരു ബന്ധമില്ല. അത് ഒരു വിഭാഗം ആൾക്കാർ അവിടെ കയറിയിരുന്ന് ഈ ഉദ്യോഗസ്ഥരുടെ ഒപ്പം ചേർന്നിരുന്ന് ആളുകളെ പിഴിയുക എന്ന് പറയുന്ന സാധനം മാത്രമേ സത്യത്തിൽ നടക്കുന്നുള്ളൂ. ട്രാൻസ്ഫറിന് കാശ് മേടിക്കുന്നതും ഈ അപ്പോയിന്റ്മെന്റിന് കാശ് മേടിക്കുന്നതും ഈ പ്രോജക്റ്റുകളിനകത്തു നിന്ന് എത്രത്തോളം പണം തട്ടിയെടുക്കാൻ ഏറ്റവും കുറച്ച് വെച്ച് കഴിഞ്ഞാൽ സിമെന്റ് ഇല്ലാതെ പാലം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും ടാർ ചേർക്കാതെ എങ്ങനെയാണ് റോഡ് ഉണ്ടാക്കുന്നത് റിസർച്ചാണ് ഈ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന വർക്കിന് വേണ്ടി കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. ഉദ്യോഗസ്ഥന്മാരുടെ പേരിലെ ഒരു നടപടി എന്താണ്? സസ്പെൻഷൻ, ട്രാൻസ്ഫർ, ഇതൊക്കെയാണ്. അല്ലാതെ അവരുടെ ജീവിതത്തിന് മറ്റൊരു തരത്തിലല്ല. സസ്പെൻഷൻ കഴിഞ്ഞ ഒരു ദിവസം കഴിയുമ്പോഴത്തേനും ശമ്പളം കൂടെ ചേർത്ത് കൊടുക്കുകയും ചെയ്യും, അവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അതേ സമയത്ത് അക്കൗണ്ടബിൾ ആയി തീരേണ്ട ഏരിയകളാണ് ഇതെല്ലാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. അത് നടന്നിട്ടില്ല. ഇതുകൊണ്ടാണ് അതുകൊണ്ട് ഇപ്പം ഇവരങ്ങോട്ട് കയറി, ഇപ്പം UDF കയറി എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇതിന് വേറൊരു ഞാൻ മോഷണം നടത്തുന്നതിനോ കറക്റ്റായിട്ട് പെരുമാറുന്നതിനോ അധികാരത്തോടെ പെരുമാറുന്നതോ വേറൊരു സെറ്റ് ആൾക്കാർ വരുന്നു എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലാണെന്നുള്ള വാക്കൊക്കെ നമ്മൾ പറയേണ്ടി വരുന്നത്. ഈ തോക്ക് വെച്ച് വെടിവെക്കുന്നവര് നല്ല വെടിയും ചീത്ത വെടിയും വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ്. ഇപ്പൊ നിങ്ങളെയോ എന്നെയോ, ഞാൻ ജനാധിപത്യവാദിയായിട്ട് സ്വയം വിചാരിക്കുന്ന ഒരാളാ, എന്നെ എലക്ട് ചെയ്ത് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആക്കിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? ഉണ്ടാക്കാൻ ഒക്കത്തില്ല. നല്ല വെടിയില്ല എന്ന് ഞാൻ ഈ പറയുന്ന അവിടെയാണ്. ഈ സിസ്റ്റം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇത് ആളുകളെ അകറ്റാനും ചെറുതാക്കാനും കൊച്ചാക്കാനും അവരെ താഴെ നിലനിർത്താനുമാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയ മുറികള്, വലിയ കസേരകള്, വലിയ മേശകൾ, ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് ആളുകളെ ചെറുതാക്കി കൊച്ചാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണ് അതൊക്കെ. ആളുകളെ കാത്തിരുത്ത് മുഖം കാണിക്കാനായിട്ട് ഇരുത്തിയിരിക്കുന്ന സിസ്റ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സിസ്റ്റത്തിനകത്തൂടെ ജനാധിപത്യം ഉണ്ടാക്കാനൊക്കത്തില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് കാരണം കൊണ്ട് ഭരണം മാറി എന്ന് പറഞ്ഞാൽ ഒരു ഭരണം മാറത്തില്ലെന്ന് നമുക്കറിയണം. അതിന്റെ ആരാണോ ഇതിനെ ചൂഷണം ചെയ്തിരുന്നത് അവർക്ക് പകരം വേറെ കുറെ ആൾക്കാർ ചൂഷണം ചെയ്യാൻ എത്തി എന്നുള്ളത് മാത്രമാണ് ഈ ഭരണം മാറുന്നത്. വളരെ ബ്രോഡായിട്ടുള്ള ചില നിയമങ്ങൾ, ഇപ്പൊ ഭൂപരിഷ്കരണ പോലെയുള്ള നിയമങ്ങളൊക്കെ, അതൊക്കെ 1-2 ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിന് ശേഷം കൈപൊള്ളിയ പോലെയാണ് ബാക്കി ഈ ഭരിക്കുന്നവരിയ്ക്കുന്നത്. പിന്നെ എല്ലാവരും എന്താ ചെയ്തിട്ടുള്ളത്? കോസ്മെറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താനാണ് പിന്നെ നോക്കുന്നത്. ക്ഷേമം എന്ന് പറയുന്ന മേഖലയിൽ പണ്ട് ദയയും കരുണയും ഒക്കെ ആയിട്ട് രാജാക്കന്മാർ ചെയ്തിരുന്നു.
എന്ന് വിചാരിക്കുന്ന പോലുള്ള കുറെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ക്ഷേമ പദ്ധതികൾ നടത്തുന്നതിനല്ല ജനാധിപത്യം എന്ന് പറയുന്നത്. അത് അതിൻ്റെ അകത്ത് അവകാശങ്ങളായി മാറേണ്ട സ്ഥലങ്ങളാണ്. അല്ല ദയാവായ്പിനകത്ത് ഞങ്ങളുടെ ഗവൺമെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും തന്നില്ലേ എന്ന് ചോദിക്കുന്ന ചോദ്യമല്ല. പൊതിച്ചോറ് കൊടുക്കുന്നതിന് അപ്പുറത്തോട്ടുള്ള യുക്തി അതിനകത്തില്ല. അതിനോട് സാറിന്റെ അഭിപ്രായം എന്താ? തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനകത്ത് ഈ ഇലക്ഷൻ ഇവർ തോക്കും എന്നുള്ളതിന്റെ നല്ല തെളിവല്ലേ? അത് നല്ല തെളിവാ. ആ സമയത്ത് എം എം മണി വൈകുന്നേരം വന്നിട്ട് ഒരു പ്രസംഗം നടത്തിയല്ലോ, അതായത് പിറപ്പ് പണി കാണിച്ചു എന്ന് പറഞ്ഞിട്ട്. ഞാൻ എം എം മണി എന്ന് പറയുന്ന ആള് ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ മുഖമൊന്നും അല്ല. അയാൾ ഒരു പാവം പിടിച്ചവരത്തിന് ഒരു ഇടുക്കിക്കാരന് അയാൾക്ക് ദേഷ്യം വന്നിട്ട് പറയുന്ന വരികൾ മാത്രമായിട്ട് നമുക്ക് അത് കാണാൻ പറ്റുന്ന സ്ഥലം. പക്ഷെ അത് ജനരോഷമായി പോയി. അത് അങ്ങനെ തന്നെയാണ്. അത് ആ ആറ്റിറ്റ്യൂഡ് അതിനകത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് വിവരത്തോടെ ഈ വിഷയങ്ങൾ അറിയുന്ന ആളൊന്നും അല്ലല്ലോ, വികാരമായിട്ട് സംസാരിച്ചതായി. അതുകൊണ്ടാണ് അത് അങ്ങനത്തെ വരികളൊക്കെ ആളുകളെല്ലാം വീടുകളിൽ പറയുന്നുണ്ട്. പക്ഷെ അത് പൊതുമധ്യത്തിൽ പറയുന്നത് അതാണ് അയാൾ നെയ്വാണ് എന്നേ ഞാൻ പറയുള്ളൂ. എവിടെ പറയണമെന്ന് അറിഞ്ഞുകൂടാന്ന് പറയുന്നത്. എവിടെ പറയണമെന്നല്ല, അപ്പൊ അത് ഒരിക്കലും ചിന്തിക്കുകയും പറഞ്ഞും കൂടാത്തതാണ്. അല്ലാതെ എവിടെയും പറഞ്ഞുകൂടാ. വീട്ടിനകത്ത് ഒരു പെരുമാറ്റവും നാട്ടിൽ വേറൊരു പെരുമാറ്റം എന്ന് പറയുന്നതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിയാണ്. ആളുകളുടെ നടുവിലിരിക്കുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒരുപോലെ ചിന്തിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് മാറ്റേണ്ടതാണ്. അതിനുവേണ്ടി അതുകൊണ്ടാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ആളുകളോട് പറയാനുള്ളതല്ല, നമുക്ക് ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് വീട് സഹിതം മാറേണ്ടതാണ്. അപ്പൊ ആ മേഖലകളിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങള് മാറ്റിവെച്ച്, അത് നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു, അത് മാറ്റിവെച്ച് എങ്ങനെങ്കിലും ഒരു വോട്ടിന് ജയിക്കണമെന്നുള്ളത് മാത്രമായ ഉദ്ദേശത്തിലേക്ക് മാറിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇവിടെ ഉള്ളൂ. എന്നെ സംബന്ധിച്ചോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോ കോൺഗ്രസ് പാർട്ടി എന്നോ ഒരു പാർട്ടി ഇന്നില്ല. ഇലക്ഷൻ നിൽക്കുന്ന പാർട്ടികൾ എന്നുള്ളതേ ഉള്ളൂ, സംഘടിതമായി നിൽക്കുന്ന പാർട്ടികൾ എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ആലോചനയും ഇല്ല. പണ്ട് ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ജനകീയ വിപ്ലവം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഉണ്ടായതാ. ഇന്ന് അവരാരും ഇതൊന്നും ആലോചിക്കുന്നില്ല. ഇലക്ഷൻ നിൽക്കുന്ന പാർട്ടി തന്നെയാണ്. അപ്പൊ മറ്റേത് രാഷ്ട്രീയ പാർട്ടി പോലും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണെന്ന് അറിയണം. സംഘടിതമായി നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ്. സംഘടിതമായി നിൽക്കുന്നവര് മുഷ്കോടെ പെരുമാറും. അത് ഏത് പ്രദേശത്തിൽ സംഘടിതമായ ആര് നിന്നാലും വടക്കേണ്ടി പോയി ആർസുകാരുമായിട്ട് മുട്ടിയാൽ മതി, നമ്മൾ അപ്പൊ കാണും ഇതേ മുഷ്ക് നമ്മൾ കാണും. അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ നമ്മൾ സംഘടിതമായ ആര് നിന്നാലും അവർ മറ്റുള്ളവർ ഉപദ്രവിക്കും. അത് പോലീസായാലും ശരി, പട്ടാളമായാലും ശരി, രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, സംഘടിതമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിന്റെ ബലം കാണിക്കും, മര്യാദകളായിട്ട് പെരുമാറും. ഇതിനെ അഴിക്കുക എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ലോകത്ത് ജനാധിപത്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഡീസെൻട്രലൈസ് ചെയ്ത് മനുഷ്യർക്ക് ആക്സസിബിൾ ആയിട്ട് തീരുക. രാവണകോട്ട പോലുള്ള പഴയ കാലത്തെ ബ്യൂറോക്രസി എന്ന് നമ്മൾ പറയുന്നത്, ഇപ്പൊ കാഫ്കയുടെ ഒക്കെ കഥയ്ക്കകത്ത് കാസിൽ എന്ന് പറഞ്ഞിട്ടുള്ള കഥയൊക്കെ, അതിനകത്തൊക്കെ ഇങ്ങനെ ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ചോദിക്കുമ്പോൾ മുകളിൽ എന്ന് പറയും. മുകളിൽ അങ്ങനെ ചെന്നിട്ട് അവർ പറയും ഞങ്ങളല്ല യഥാർത്ഥത്തിൽ, ഞങ്ങളെ തെരഞ്ഞെടുക്കുന്നവരാണ് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത്. അപ്പൊ വീണ്ടും താഴെയാവുമല്ലോ. ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നവരാണല്ലോ തീരുമാനിക്കുന്നത് പറയും. ഇങ്ങനെ ഒരിക്കലും കണ്ടുപിടിക്കാൻ കഴിയാതിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ പറ്റിയാണ് ഇവന് പറയുന്നത്. അതുകൊണ്ടാണ് ആക്സസിബിൾ ആയി തീരുന്ന തരത്തിലുള്ള സിസ്റ്റങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നതാണ് അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാത്തിടത്തോളം കാലം ക്ലാസ് റൂമിനകത്ത് ജോലിക്ക് പഠിപ്പിക്കുന്നതിന് പകരം ആളുകൾക്ക് ജീവിക്കാൻ എങ്ങനെയാണെന്നും ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കണമെന്നും ഞാൻ ഈ അറിവ് കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നും സ്വയം തിരിച്ചറിയുന്നവരായിട്ടുള്ള പൗരന്മാരെ ഉൽപ്പാദിപ്പിക്കുന്ന പണി ക്ലാസ് റൂമിൽ നടക്കേണ്ടത്. അത് ഇതുവരെ നടന്നിട്ടില്ല. ബ്രിട്ടീഷുകാരെ നടത്തിയിരിക്കുന്ന അവര് ജോലിക്കാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടി അവരുണ്ടാക്കിയ സിസ്റ്റമാണ് ഇന്നും വിദ്യാഭ്യാസമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ എന്നാ പറയുന്നത്. പഠിച്ച സർട്ടിഫിക്കറ്റ് ആയി, ഇനി എവിടെങ്കിലും പോയി രക്ഷപ്പെട്ടോ. അല്ലാതെ ഈ രാജ്യമായിട്ട് നമുക്ക് ഒന്നും ബന്ധപ്പെടേണ്ട ഒരു കാര്യവും നമുക്കില്ല. അങ്ങനെ എവിടെങ്കിലും പോയി അത് പുറത്തു പോകുന്നുള്ള അർത്ഥമൊന്നും ഇല്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണം എന്നാണ്. അതെ, ഇവിടെ അതിപ്പോ രാഷ്ട്രീയ ബോധം വരേണ്ടി വരും. അത് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ടില്ല. ഭരണഘടന ഇതുവരെ വായിച്ചിട്ടില്ലാത്ത ക്ലാസ് റൂമിനകത്ത് എങ്ങനെയാണ് ജനാധിപത്യ ബോധം ഉണ്ടാകുന്നത്? അവിടെ കൂട്ടപ്രാർത്ഥനയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ ജോലിക്കാരെ ഉണ്ടാക്കുന്ന, കൂലിക്കാരെ ഉണ്ടാക്കുന്ന, ഗുമസ്തന്മാരെ ഉണ്ടാക്കുന്ന ഇടമാണ് ഈ ക്ലാസ്. അല്ലാതെ പൗരബോധ നിർമ്മാണം എന്ന് പറയുന്ന സംഭവം നടന്നിട്ടില്ല. ആർക്ക് ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ 25 വർഷം പഠിച്ചാൽ തന്നെത്താൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ആളാവുണ്ടാകും. ആരെങ്കിലും വിളിച്ച് ട്രെയിനിങ് തന്നാൽ ജോലി ചെയ്യും. ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ അയാൾക്ക് ആ ജോലി ചെയ്യാൻ അറിഞ്ഞൂടാ.
അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നതിന് 2 കൊല്ലം മതി. പിന്നെ എന്തിനാണ് 22 കൊല്ലം പഠിക്കേണ്ട ആവശ്യം? പ്രാപ്തനാക്കാന്നുള്ള അത് രീതിയാണ് പ്രാപ്തനാക്കുന്നത് 2 വർഷം മതി. നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് SSLC പാസ്സാകണമെന്ന് വയ്ക്കും. തമ്മിലെന്ത് ബന്ധമാന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞൂടാ. ആകെപ്പാടെ നമുക്ക് പറയാൻ പറ്റുന്നത് അക്ഷരം എഴുതാനും വായിക്കാനും അറിയണമെന്ന് പറഞ്ഞാൽ പോലെ, ലിറ്ററസി വേണമെന്ന് പറഞ്ഞാൽ പോലെ. 10ാം ക്ലാസ് എന്തിനാ പാസ്സാകേണ്ട ആവശ്യം? ഒരു 10ാം ക്ലാസ് പാസ്സാവണതിന്റെ പൊതുവെ അല്ല, അതവ 10ാം ക്ലാസ് ഈ ഡ്രൈവർക്ക് 10ാം ക്ലാസ് പാസ്സാകേണ്ട ഒരു ആവശ്യമില്ല. ഒരാവശ്യം സത്യത്തിലില്ല. ഇത് ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റമാണ്. അവരെ കെൽപ്പുള്ളവരാക്കി മാറ്റുന്നതല്ല. സ്വന്തമായി ചിന്തിക്കാനോ സ്വയം തീരുമാനം എടുക്കാനോ പഠിച്ച ഒരാൾക്ക് കഴിയാറില്ല. അയാൾക്ക് അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ എന്ന് നമ്മൾ പറയുന്ന മേഖലയിലുള്ള പഠിത്തമുള്ളവർ മാത്രമാണ് അല്പമെങ്കിലും ചെയ്യാൻ പറ്റുന്നവർ. അപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഒറ്റയ്ക്ക് അവർക്ക് അപ്പോഴും ചെയ്യാൻ കഴിയാത്തവരാണ്. അതുകൊണ്ട് അത് അങ്ങനത്തെ ഇൻകൾക്കേഷൻ, അത് ഉള്ളിലേക്ക് വരുന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇതുവരെ നമ്മൾ തുടങ്ങിയിട്ട് പോലുമില്ല. ബ്രിട്ടീഷുകാര് ഇന്ത്യക്കാരെ കൊണ്ട് ഇന്ത്യക്കാരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കൂലിക്കാര്, ഗുമസ്തന്മാര്, ഉദ്യോഗസ്ഥര് എന്നുള്ള കാറ്റഗറിക്കകത്ത് അവരുണ്ടാക്കിയിരിക്കുന്ന ജോലിക്കാരെ ഉണ്ടാക്കിയെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ അവർ പറയുന്ന വിദ്യാഭ്യാസം. അത് ഒരു കാലത്തും നമ്മൾക്ക് ജനാധിപത്യത്തിനകത്ത് യാതൊരു ബന്ധമില്ലാത്ത സാധനമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നവര് വീണ്ടും ഈ ജാതി മതങ്ങളിനകത്ത് അനുസരിച്ചിട്ട് തന്നെ ജീവിക്കും. അതായിരുന്നു പണ്ട് ഉപയോഗിച്ചിരുന്നത്. അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആ തുടരുന്ന ആൾക്കാരിലൂടെ നമുക്ക് ഒരിക്കലും ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനല്ല, ഏതെങ്കിലും ജാതിയുടോ മതത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് അവിടെ ഉള്ളത്. ഈ പൗരബോധം വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ വിടണ്ടെന്ന് പറയുന്നത്. സ്കൂളിൽ തുടങ്ങണ്ടേ? സ്കൂളിൽ ഇപ്പോഴും കൂട്ടപ്രാർത്ഥന എന്ന് ഞാൻ പറയുന്നതാണ് നടക്കുന്നത്. ദൈവമാണ് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് പഠിപ്പിച്ച് ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ആ രീതിയിൽ ചരിത്രം വളച്ചൊടിച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നി. ചരിത്രം പഠിപ്പിക്കുന്ന ചരിത്രം തന്നെ രാജാക്കന്മാരുടെ ചരിത്രം അല്ലാതെ നാട്ടുകാരുടെ ചരിത്രം ഉണ്ടോ?